പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളാണ് എലോഹീം സ്നേഹത്തണൽ, എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, ബിനു വാഴമുട്ടം എന്ന പേരുകളൊക്കെ. ഞാൻ വാർത്താമാധ്യമത്തിലൂടെ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഹൈന്ദവ സ്നേഹിതർ, ഇസ്ലാം സ്നേഹിതർ, ക്രൈസ്തവ സ്നേഹിതർ ഞങ്ങളെ വിളിച്ച് അവരുടെ പിന്തുണ അറിയിക്കുകയും നമ്മുടെ നാട് മറ്റൊരു നോർത്ത് ഇന്ത്യ ആകരുത് എന്ന്, അതിനുവേണ്ടി അവർ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞത് ഏറെ സന്തോഷമാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ അർഹതയുള്ളതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ വിളിക്കാനുള്ള അവകാശമുണ്ട്. അതിനുള്ള സകല റൈറ്റും ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകി തരുന്നുണ്ട്. നിശ്ചയമായിട്ടും ആ ഇന്ത്യൻ ഭരണഘടനയും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയും വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനാസ്പദമായ സംഭവം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചെന്നീർക്കരയിൽ നമ്മൾ ആരംഭിച്ചു. പത്തനംതിട്ടയിൽ ഊന്നുകല്ലിൽ സ്നേഹത്തണൽ എന്ന പേരിൽ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങുവാനിടയായിത്തീർന്നു. പന്തളം ജനമൈത്രി പോലീസ് കൊണ്ടെത്തുന്ന തമിഴ്നാട് സ്വദേശികളായ ഒരു മാതാവും പിതാവുമാണ് അവിടുത്തെ ആദ്യത്തെ അന്തേവാസികൾ. അവിടുന്ന് ആരംഭിച്ച സ്നേഹത്തണലിൻ്റെ പ്രവർത്തനങ്ങൾ ആളുകളെ, തെരുവിൽ വലിച്ചെറിയപ്പെട്ട, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി ആളുകളെ ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റെടുക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയരെ, നിരവധി ആളുകൾ, ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്ത ആളുകൾ, സമൂഹം തള്ളിക്കളഞ്ഞവർ, ജീവിതത്തിൻ്റെ നന്മയുടെ, പ്രതീക്ഷയുടെ, അത്ഭുതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സ്നേഹത്തണൽ അത് 5 വർഷത്തിന് മുൻപ് ആരംഭിച്ച സ്ഥാപനമാണ്. ആ കെട്ടിടം പണിത് അവിടെ ആദ്യമായി ചെന്ന് കയറിയത് സ്നേഹത്തണലാണ്. ഈ സമയത്തിനിടയ്ക്ക് 100 കണക്കിന് ആളുകളെ കൊണ്ടുവരാനും അവിടെ കണ്ണീരൊപ്പാനും അവരെ ശുശ്രൂഷിപ്പാനും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിനപ്പുറത്ത് അവരെ സ്നേഹിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു വീഴ്ചയുണ്ടായി. അതിന് വളരെ കൃത്യമായി പോലീസ് നടപടികൾ അതിൻ്റെ ആളുകൾ നേരിടുന്നു. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഞാനൊരു സ്ഥാപനം നടത്തി എന്നതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിൻ്റെ മറ്റൊരു ഇൻചാർജും എനിക്കില്ല. ഞാൻ ആ സ്ഥാപനം നടത്തി എന്നതാണ്. അതായത് യൂസഫ് അലി സാറ് ലുലു മാൾ നടത്തുന്നു. ലുലു മാളിൽ 2 ആളുകൾ തമ്മിൽ അടിയുണ്ടായി എന്നതുകൊണ്ട് യൂസഫ് അലി സാറിനെ അറസ്റ്റ് ചെയ്യല്ല. നിങ്ങൾ പ്രബുദ്ധരായ മലയാളികൾ, പ്രബുദ്ധരായ എൻ്റെ സ്നേഹിതർ, പ്രേക്ഷകർ, നിങ്ങളത് കേൾക്കണം. ഇതിനകത്ത് ചില അജണ്ടകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. സ്നേഹിതരെ, നിങ്ങളോട് ഞങ്ങൾക്ക് ശത്രുത്വമില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചതാണ് യേശു. നിങ്ങൾ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില യൂട്യൂബേഴ്സ് സത്യവിരുദ്ധമായ കാര്യങ്ങൾ വെറുതെ പറയുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങൾ പറയുക, പക്ഷെ സത്യം അറിയാൻ ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രമിക്കുക എന്ന ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ വർഗീയതയുടെ അങ്ങേയറ്റമുള്ള ഒരു ചാനൽ, ഒരിക്കലും സത്യം പറയാത്ത ഒരു ചാനൽ എനിക്കെതിരെ ഒരു ഡ്രൈവറെ രംഗത്തിറക്കി ആരോപണങ്ങളുടെ മുൾമുനയിൽ എന്നെ കൊണ്ട് നിർത്താൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഏകദേശം ഒരു 2018 സമയത്താണ് രഞ്ജിത്ത് അമ്മായിയമ്മ എന്ന് അവകാശപ്പെടുന്ന ആൾ രഞ്ജിത്തിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. രഞ്ജിത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെയാണ് എൻ്റെ അടുത്ത് രഞ്ജിത്ത് വരുന്നത്. തികഞ്ഞ മദ്യപാനിയായി
ചെന്ന് കയറിയ എല്ലാ സ്ഥലത്തും എല്ലാവരെയും നശിപ്പിച്ചു, ആരും ഒരു സ്ഥലത്തും കയറ്റരുതെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രഞ്ജിത്തിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നത്. എനിക്ക് പേഴ്സണലി ഒരു ഡ്രൈവറില്ല, ഡ്രൈവറിൻ്റെ ഒരു പോസ്റ്റ് എനിക്കില്ല. എൻ്റെ വാഹനം ഞാൻ ഓടിക്കും. ഞാൻ പൊതുവേ എൻ്റെ വാഹനം ഓടിക്കാറുള്ള ആളാണ്. ഞാൻ വാഹനം ഓടിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്ന ആരെങ്കിലും ഒരാൾ എൻ്റെ വാഹനം ഓടിക്കും എന്നല്ലാതെ എനിക്ക് ഡ്രൈവർ എന്നൊരു തസ്തികയില്ല. രഞ്ജിത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ പെൺകുട്ടിയുമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടാകുന്നു. കോന്നി സ്റ്റേഷനിൽ നിരവധി കേസുകൾ രഞ്ജിത്തിനെതിരെയുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം, സ്വതന്ത്രമായി വാർത്താ മാധ്യമങ്ങൾക്ക് ഇത് അന്വേഷിക്കാം. അങ്ങനെ രഞ്ജിത്ത് ദൈവസഭയോട് ചേർന്ന് കൂടെ നിൽക്കാൻ തുടങ്ങി. അതിനകത്ത് 1-2 വിഷ്വൽസ് നിങ്ങളെ ഇതിനകത്ത് കാണിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അടുത്ത ദിവസങ്ങളിൽ കാണിക്കുന്നതാണ്. എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. അതായത് വീട്ടിലെ ആ ഒരു അവസ്ഥയും പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കോല് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഒരു ദിവസം പാസ്റ്റർ ഇവിടെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റിരുന്നു, ഞാനും എഴുന്നേറ്റിരുന്നു. പാസ്റ്റർ ഇവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു അത്ഭുതം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടുന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ എനിക്കൊരു കോള് വരികയാണ്, ഇതുപോലെ രഞ്ജിത്തല്ലേ, ഇന്ന വണ്ടി ഓടിച്ചിരുന്നതല്ലേ, ഇവിടെ വരെ ഒന്ന് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി. ഞാൻ 13,000 രൂപ ശമ്പളത്തിൽ അവിടെ കയറിയതാണ്, വെറും ഡ്രൈവറായിട്ട് കയറിയതാണ്. ഇന്ന് ആ ഓണറുടെ വലം കൈയും ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് കൈകാര്യം ചെയ്തു. അങ്ങനെ സമയത്ത് എനിക്ക് ഒരു രാത്രി വയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്ന് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു. അന്ന് വന്നു, കിടന്നു, ഒരു കുറവുമില്ലായിരുന്നു. പാസ്റ്ററെ വിളിച്ചു. രാത്രി പാസ്റ്റർ ഒരു 8:30-9 മണിയോളമായി. പാസ്റ്റർ പ്രാർത്ഥിച്ചു. രാത്രി ഒരു 1:30 ആയപ്പോഴത്തേക്ക് എന്നെ ഭയങ്കരമായിട്ട് വേർക്കാൻ തുടങ്ങി, എന്നെ കിടുങ്ങാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഇവർ പേടിച്ചിട്ട് രാത്രി തന്നെ വീണ്ടും ഓണർ വന്ന് എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കുന്നില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്ത് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റിപ്പോർട്ട് കൊണ്ടുവന്നു. ഡോക്ടർ വന്നിട്ട് എടുത്ത് വെച്ച് നോക്കിയിട്ട് പുള്ളി എൻ്റെയും ഓണറുടെ മുഖത്ത് ഇങ്ങനെ എന്തോ അത്ഭുതം കണ്ടുപോലെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് ലാബിൽ നിന്ന് ആ സിസ്റ്റർമാരെയൊക്കെ വിളിച്ചിട്ട് അവരെ വഴക്ക് പറഞ്ഞു, ബ്ലഡ് മാറിപ്പോയി, ആദ്യം ചെക്ക് ചെയ്ത് എൻ്റെ ബ്ലഡ് അല്ലായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് ദൈവസഭയോട് ചേർന്ന് കൂടെ നിൽക്കാൻ തുടങ്ങി. രഞ്ജിത്ത് എൻ്റെ അടുത്ത് വന്ന് താൽക്കാലികമായി മദ്യപാനം നിർത്തുന്നു, നല്ലവനായി ചമയുന്നു. ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ രഞ്ജിത്തിനെക്കുറിച്ച് കൃത്യമായി, രഞ്ജിത്തിൻ്റെ ഭാര്യാമാതാവിനെക്കുറിച്ച്, ആ സംഭവങ്ങളെക്കുറിച്ച്, എന്തുകൊണ്ട് ഞങ്ങൾ പുറത്താക്കി, കാണണ്ടാത്ത സാഹചര്യം ഞങ്ങൾ എന്താണ് കണ്ടത്, അതിനെക്കുറിച്ച് ഞങ്ങൾ പറയും. അങ്ങനെ സഭയ്ക്ക് രഞ്ജിത്തിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊരു സമയത്ത് രഞ്ജിത്തിനെ സഭയിൽ നിന്ന് പുറത്താക്കും. അതിനുശേഷം ചില നാളുകൾ കഴിഞ്ഞിട്ടാണ് രഞ്ജിത്തിനെതിരെ കേസ് വരുന്നത്. ഒരു ചെറുപ്പക്കാരനെതിരെയും ഇന്നു വരെ എൻ്റെ ലൈഫിൽ ഞാൻ കേസ് കൊടുത്തിട്ടില്ല. ഞാനിതിനകത്ത് എൻ്റെ ലൈഫിൽ മനസ്സാ വാചക കർമ്മണ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. രഞ്ജിത്തിനെ സേഫ് ചെയ്യുന്ന പോലെയാണ് ഞാൻ മറുപടികൾ അവിടെ പറഞ്ഞത്. അവരോട് ചോദിച്ച് രഞ്ജിത്തിനെ പരിചയമുണ്ടോ, നിങ്ങളുടെ കൂടെ നിന്നാണോ? ഞാൻ പറഞ്ഞാണോ. ഇവനിതിന് മുൻപ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്ന് ആ മകൻ ഒരുപാട് മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ മൊഴി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അന്ന് കുളനടയിൽ ഈ പ്രശ്നം, ദയവായിട്ട് കുളനടയിലല്ല, മാന്തകയിൽ ഈ പ്രശ്നമുണ്ടാകുന്നത്. കുളനട എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രശ്നമുണ്ടായത് മാന്തകയിലാണ്. മാന്തകയിൽ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ 7 പേർ ചേർന്ന് ഓർത്തഡോക്സ് സഭയുടെ മാന്തക ഓർത്തഡോക്സ് പള്ളിയിലെ സെക്രട്ടറിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് ഈ പേര് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ, അതായത് ഒരു സ്ത്രീയുമായി, അവനേക്കാൾ 20 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയുമായി സ്നേഹമുള്ള ചെറുപ്പക്കാരനോട് വന്നിരുന്നു. ആ ചെറുപ്പക്കാരൻ അതിന് മുൻപ് എന്നെ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ശരിക്കും നടന്നിട്ടുള്ള വസ്തുത. അന്ന് ഈ ചെറുപ്പക്കാരൻ ഞാനുമായിട്ട് ചൂടായി സംസാരിക്കുന്നു. ഞങ്ങൾ 7 പേർ ഒരുമിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി അവിടെ ചെന്നു. അത് വഴക്കിലേക്ക് കലാശിച്ചു. ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി. ഞങ്ങൾ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾ രാത്രിയോടുകൂടെ തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്ന ഇതാണ്, അനാശാസ്യം നടന്നു. സ്നേഹിതരെ, ഇന്ന് വരെ ഒരു സ്ത്രീകളുടെ പേരിൽ എനിക്കെതിരൊരു പരാതിയില്ല. എനിക്കെതിരെ FIR ഇട്ടിട്ടില്ല. എനിക്കെതിരെ പോലീസ് മാസ്റ്റർ തയ്യാറാക്കിയില്ല. ഒരു കാര്യവുമില്ല. ദയവ് ചെയ്ത് ചില അജണ്ടകളുമായി നടക്കുന്ന മാധ്യമങ്ങൾ, ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ സത്യം അറിയുക, എന്താണ് സംഭവിച്ചതെന്ന് പറയുക. ഇതിൻ്റെ എല്ലാം തെളിവുകൾ രഞ്ജിത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് കൈകൂപ്പി രഞ്ജിത്തിനോട് പറയുന്നു, എല്ലാ തെളിവുകളും താങ്കൾ പുറത്തുവിടുക. ഞാൻ ഇതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ച്
ഇതിന് കേസുകൾ, മാനനഷ്ടത്തിന് വേണ്ടി കേസ് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നതാണ്. ഇതാണ് രഞ്ജിത്തിനോട് എനിക്ക് പറയാനുള്ളത്. ഈ വാർത്താ മാധ്യമത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വർഗീയവാദികളല്ലെങ്കിൽ, നിങ്ങൾ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളാണെങ്കിൽ നിശ്ചയമായും ഇതിനെ സത്യമറിഞ്ഞ് പറയാൻ വേണ്ടി സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കും. അടുത്ത പരാമർശമാണ് ഭദ്രകാളി എന്ന് ഞാൻ എൻ്റെ നാവിലെടുത്ത ഒരു പരാമർശം. അതിനകത്ത് അവർ പറയുന്നത് ഞാൻ ആ വന്നു നിൽക്കുന്ന ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചു. സ്നേഹിതരെ, അവർ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെ ഏത് മതത്തിലോട്ടാണ് മാറ്റുന്നത്? ഞാൻ ഹൈന്ദവ മതത്തിലോട്ടോ. അവിടെ നിൽക്കുമ്പോൾ അവരെന്നോട് ഈ ഭദ്രകാളിയെക്കുറിച്ച് പറയുന്ന കാര്യം അവരെന്നോട് പറയുകയാണ്. ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം. അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ എടുത്തു പറഞ്ഞു. അതിനപ്പുറത്ത് മറ്റൊരു കാര്യമില്ല. നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരും അവിടുത്തെ ആളുകളും ഒക്കെ പറഞ്ഞ ഭൂമാഫിയാണ്. നിങ്ങൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞാൻ വസ്തു എഴുതി വാങ്ങിച്ചു. ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഓൾഡ് ഏജ് ഹോമിലെ വസ്തു എഴുതി വാങ്ങിയെങ്കിൽ ഇതാണ്, ഞാൻ വാങ്ങിയതല്ല. ഇത് സരോജിനി അമ്മ മറ്റൊരു സഹോദരിക്ക് എഴുതി കൊടുത്ത വസ്തുവാണ്. ഇനി വേറെ ഏത് വസ്തുവാണ് എൻ്റെ പേരിലുള്ളത്? ഏത് വസ്തുവാണ്? സ്നേഹിതരെ, ഇവിടെ എൻ്റെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ, എൻ്റെ പേരിൽ അനാവശ്യമായിട്ട് എനിക്ക് സ്വത്തുണ്ടെങ്കിൽ, ഇതെല്ലാം അന്വേഷിക്കാൻ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള നാടാണ്. നിങ്ങൾ പോലീസുകാരുടെ കാര്യമോ, നിങ്ങൾ ഇ ഡിയുടെ കാര്യമോ, നിങ്ങൾ ഇൻ്റലിജൻസിൻ്റെ കാര്യമോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതവർ ചെയ്തുകൊള്ളും. പോലീസിൻ്റെ ജോലി നോക്കട്ടെ സ്നേഹിതരെ. ഇൻ്റലിജൻസ് ജോലി നോക്കട്ടെ. നമ്മുടെ ആളുകൾ അവരവരുടെ ജോലി ചെയ്യട്ടെ. അവിടെ ജോലി ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുക. നിങ്ങൾ പോലീസ് ആകരുത്, നിങ്ങൾ ഇ ഡി ആകരുത്, നിങ്ങൾ ഇൻ്റലിജൻസ് ആകരുത്. നിങ്ങളൊരു വാർത്ത പറയുമ്പോൾ അതിന് വസ്തുതകൾ ഉണ്ടാകണം.